ഖത്തറിലെ ബെസ്റ്റ് വെജിറ്റബിൾ ഫുഡ് സ്പോട്ട് ഏതാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ കണ്ണും പൂട്ടി ഇനി ഞാൻ പറയും ശരവണ ഭവനാണെന്ന്. ഖത്തറിൽ തന്നെ ശരവണ ഭവന്, അൽമഹ സ്ട്രീറ്റ്, സഫാരി മാള്, മുന്തസ, അൽക്കോർ മാള് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പോയത് നിയറസ്റ്റ് ആയിട്ടുള്ള അൽവക്ര റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഒരു വെജിറ്റേറിയൻ ഹോട്ടലായതുകൊണ്ട് ആദ്യം ഞാൻ ഓർഡർ ആക്കിയത് മസാല ദോശയാണ്. മസാല ദോശ ഉണ്ടാക്കുന്നതും കൂടെ കണ്ടപ്പം ഇവരുടെ ഫുഡിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മളൊക്കെ പറയില്ലേ ഒത്തൻറ്റിക് ഫുഡ് അല്ലെങ്കിൽ ഹോംലി ടേസ്റ്റ് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഖത്തറിൽ ഞാൻ എത്തിയിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു മസാല ദോശ കഴിക്കുന്നത്. വലിയ വലുപ്പത്തിലുള്ള ഈ മസാല ദോശ കാണുമ്പോഴേ സന്തോഷമാവുന്നുണ്ട്. ഇവർ ഫുഡ് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. വെജിറ്റേറിയൻ ആയതുകൊണ്ട് പലരും വിചാരിക്കും ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ലിമിറ്റഡ് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ ഇവിടെ വന്ന് എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഐറ്റംസ് നിരത്തി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് വെറൈറ്റി ഡിഷസ് ഈ വെജിറ്റേറിയൻ കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് കഴിച്ചാലും സൈഡിലൊരു മീൻ കഷ്ണോ അല്ലെങ്കിൽ ഒരു മുട്ട കഷ്ണമെങ്കിലും വേണം വിചാരിക്കുന്ന ആളാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഫുള്ളും കഴിക്കാൻ തോന്നും. ഇങ്ങനത്തെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയെങ്കിൽ ഒരു നോൺ വെജും വേണ്ട കാര്യമില്ല. വർത്താനം മാത്രമല്ല, വയറിൽ ഒരുപാട് സ്ഥലം ഉള്ളത് കൊണ്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ പുഡിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവരുടെ ഫിൽറ്റർ കോഫി അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ എനിക്കൊരു ഫിൽറ്റർ കോഫി തന്നു. എനിക്ക് ചൂടായതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എനിക്ക് തണിച്ച് തന്നെ. ഞാൻ അവരുടെ കസ്റ്റമർ സർവീസാണ് നോട്ട് ചെയ്തത്. നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ആക്കൂലേ, പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് നമ്മുടെ മുന്നിലെത്തും. ഒരുപാട് സ്ഥലത്തുനിന്ന് കഴിച്ചിട്ട് പണി കിട്ടിയ ദഹിപൂരി ശരവണയിലെത്തിയപ്പോഴാണ് ഇത്ര ടേസ്റ്റിൽ ഞാൻ കഴിച്ചത്. ഹോണസ്റ്റ്ലി പറയാണ്, ഫുഡ് ഒരു രക്ഷയില്ല. ഇവിടെ പോയാൽ നിങ്ങളുടെ വയറും നിറയും മനസ്സും നിറയും.